ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്കുകളിൽ സ്വിംഗ് ട്രേഡ് ചെയ്ത് അത്യാവശ്യം ലാഭം നേടാനുള്ള അവസരം സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴുമുണ്ട്. എന്നാൽ അത്തരം അവസരം തേടി നടക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് മാത്രം നോക്കി അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബിസിനസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസോ ഒന്നും പരിശോധിക്കാതെ എൻട്രി എടുക്കുന്ന ഒരു രീതിയാണ് പൊതുവേ ബിഗിനർ ഇൻവെസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത സ്റ്റോക്കുകളിൽ ഇത്തരം എൻട്രി എടുക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ മാർക്കറ്റ് സ്പെക്കുലേഷൻ എതിരായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ആ ഒരു സ്റ്റോക്കിൽ ട്രാപ്പായി പോവുകയും അതൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ ലോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കുകളിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ഓക്കെ, അത്തരത്തിലുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയുള്ളതും എപ്പോഴും അപ്പ് ട്രെൻഡിൽ നിൽക്കുന്നതുമായ സ്റ്റോക്കുകളിൽ എപ്പോൾ എൻട്രി എടുക്കണമെന്നും എപ്പോൾ വിൽക്കണമെന്നും ഒരു 6 സ്റ്റോക്കുകളുടെ ഉദാഹരണമായി ഇവിടെ വിശദീകരിക്കാനാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സ്റ്റോക്കിൻ്റെ ബിസിനസ്സും അതിൻ്റെ ഫണ്ടമെൻ്റൽസും 100% നമുക്ക് സ്വീകാര്യമായി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ പല മാർഗങ്ങളും നമുക്ക് അവലംബിക്കാം. ഒന്ന്, ആ സ്റ്റോക്ക് അതിൻ്റെ ഏറ്റവും ഒടുവിൽ എത്തിയിട്ടുള്ള ആ ഒരു പീക്ക് പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും എത്ര ശതമാനം അത് കറക്റ്റ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അത് എന്നിട്ട് ഒരു 20 മുതൽ 25% വരെ ഒരു കറക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ ഒരു സ്വിംഗ് ട്രേഡിന് വേണ്ടി പരിഗണിക്കാം. ഇനി രണ്ടാമത് പരിഗണിക്കാവുന്ന ഒരു സംഭവം വെച്ചാൽ ഇൻഡിക്കേറ്ററുകളാണ്. അപ്പോൾ 200-ഡേ മൂവിങ് ആവറേജോ അല്ലെങ്കിൽ 100-ഡേ മൂവിങ് ആവറേജോ പോലെയുള്ള ഇൻഡിക്കേറ്ററുകൾ എപ്പോഴും ആ സ്റ്റോക്ക് ആ ഒരു മൂവിങ് ആവറേജിനെ ടച്ച് ചെയ്ത് തിരിച്ചു കയറാനുള്ള ഒരു ടെൻഡൻസി ആ സ്റ്റോക്ക് ഹിസ്റ്റോറിക്കലായി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം സ്റ്റോക്കുകൾ ആ രീതിയിലും നമുക്ക് സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് സ്റ്റോക്കിൻ്റെ ആ ട്രെൻഡ് ലൈനിൽ എപ്പോൾ ഈ സ്റ്റോക്ക് ടച്ച് ചെയ്യുന്നു അപ്പോൾ എൻട്രി എടുത്തുകൊണ്ട് കാത്തിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ 5 ഇയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ 3 ഇയേഴ്സിൻ്റെയോ പി റേഷ്യോ നോക്കിയിട്ട് അത് അതിൻ്റെ ഒരു മീഡിയൻ പിയിലേക്ക് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ ആ സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഞാൻ മുകളിൽ പറഞ്ഞ 3-4 സ്ട്രാറ്റജികളും ആ സ്റ്റോക്കിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു അനുകൂലമായ സാഹചര്യം സ്റ്റോക്കിലുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എപ്പോൾ വിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ വിൽക്കുന്നതിന് പ്രധാനമായിട്ട് 2 ടാർഗറ്റുകളാണ് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നത്. ഒന്ന്, അതിൻ്റെ 52 വീക്ക് ഹൈയിലെത്തുമ്പോൾ വിൽക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഓൾ ടൈം ഹൈ എത്തിക്കഴിഞ്ഞാലും നമുക്ക് വിൽക്കാം. ഇങ്ങനെ 2 ടാർഗറ്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഈ ഒരു സ്ട്രാറ്റജികൾ ഉദാഹരണമായി എടുത്തുകൊണ്ട് നമുക്ക് 6 സ്റ്റോക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ 6 സ്റ്റോക്കുകളും എപ്പോഴും മുകളിലോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്. എന്നാൽ ഇടയ്ക്ക് ആ സ്റ്റോക്കുകൾ ഒരു ഡിപ്പ് സൃഷ്ടിക്കാറുണ്ട്. ആ ഒരു ഡിപ്പാണ് ഈ സ്റ്റോക്കുകളിൽ എപ്പോഴും അവസരം നൽകാറുള്ളത്. അപ്പോൾ അത്തരം അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്ക് വരുൺ ബീവറേജസ് ആണ്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള വരുൺ ബീവറേജിൻ്റെ ബിസിനസ്സും അതിൻ്റെ പെർഫോമൻസും ഒന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ സെയിൽസ് CAGR കഴിഞ്ഞ 5 വർഷം 26%, പ്രോഫിറ്റിൻ്റെ CAGR ഗ്രോത്ത് 47%, സ്റ്റോക്ക് പ്രൈസിൻ്റെ CAGR ഗ്രോത്ത് 62%. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. ഈ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ചാർട്ടിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾ 100-ഡേ മൂവിങ് ആവറേജ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ക്യാൻഡിൽ എപ്പോഴൊക്കെ ആ 100-ഡേ മൂവിങ് ആവറേജ് ടച്ച് ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ അത് തിരിച്ചു കയറുന്നതും കാണാം. അപ്പോൾ ആ ഒരു ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ കണ്ണുമടച്ച് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 3-4 അവസരങ്ങൾ ഇത്തരത്തിലുണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു അവസരം വന്ന് എൻട്രി എടുത്താൽ പിന്നെ നമുക്ക് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രീവിയസ് ഹൈയിലാണ്. അപ്പോൾ അതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 1562 അതുതന്നെയാണ് അതിൻ്റെ 52 വീക്ക് ഹൈയും. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഹിസ്റ്റോറിക്കലി ഇതിൻ്റെ ബിസിനസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഗ്രോത്ത് CAGR കഴിഞ്ഞ 5 വർഷം 18%, പ്രോഫിറ്റിൻ്റെ CAGR 24%, സ്റ്റോക്ക് പ്രൈസിൻ്റെ CAGR കഴിഞ്ഞ 5 വർഷം 33%. ഇപ്പോൾ ചോളമണ്ഡലം ഫിനാൻസിൻ്റെ ഒരു PE ചാർട്ട് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് മീഡിയൻ PE 29.8 ആണെന്ന് കാണാം. കറണ്ട് PE 30.6. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ മീഡിയം PEയേക്കാൾ താഴെ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു എൻട്രി സാധ്യതയുണ്ട്. അപ്പോൾ 26-29 എന്നുള്ളൊരു PE റേഷ്യോയിൽ ഈ സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലൈൻഡ്ലി ആയിട്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ടാർഗറ്റ് അതിൻ്റെ 52 വീക്ക് ഹൈ
ഹൈയും അതേപോലെ തന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈയും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ 1310 എന്നുള്ള ഒരു ടാർഗറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് യൂനോ മിൻഡ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവരുടെ ഹിസ്റ്റോറിക്കൽ ബിസിനസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് CAGR ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷം 20%, പ്രോഫിറ്റ് ഗ്രോത്ത് CAGR കഴിഞ്ഞ 5 വർഷം 18%, സ്റ്റോക്ക് പ്രൈസിൻ്റെ CAGR 5 വർഷം 32%. അപ്പോൾ യൂനോ മിൻഡയുടെ ഒരു ഡെയിലി ടെക്നിക്കൽ ചാർട്ടിൽ അതിൻ്റെ ലോവർ പോയിന്റുകൾ കണക്ട് ചെയ്ത് നിങ്ങളൊരു ട്രെൻഡ് ലൈൻ വരച്ചാൽ കഴിഞ്ഞ വർഷം ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഈ സ്റ്റോക്ക് ആ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് തിരിച്ചു പോയതായി കാണാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഈ ഒരു ഡെയിലി ക്യാൻഡിൽ അതിൻ്റെ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ടാർഗറ്റ് 765 എന്ന ടാർഗറ്റ് ഓൾ ടൈം ഹൈ ടാർഗറ്റാണ്. അതുതന്നെയാണ് 52 വീക്ക് ഹൈയും. അപ്പോൾ ആ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ഈ സ്റ്റോക്കിൽ മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് APL അപ്പോളോ ട്യൂബ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഹിസ്റ്റോറിക്കലായിട്ട് ഇതിൻ്റെ ബിസിനസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് CAGR ഗ്രോത്ത് 5 വർഷം 25%, പ്രോഫിറ്റ് CAGR ഗ്രോത്ത് 5 വർഷം 32%, സ്റ്റോക്ക് പ്രൈസ് CAGR 5 ഇയേഴ്സിൻ്റെത് 58%. അപ്പോൾ ഈ അപ്പോളോ ട്യൂബ്സിൻ്റെ ഒരു ഡെയിലി ടെക്നിക്കൽ ചാർട്ടിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ലോവർ പോയിന്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ കഴിഞ്ഞ വർഷം ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ നമുക്ക് ലഭിച്ചതായി കാണാം. ഇപ്പോൾ നെക്സ്റ്റ് ടൈം ഈ ഒരു ക്യാൻഡിൽ ഇതേപോലെ ഈ ട്രെൻഡ് ലൈനിലേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഓൾ ടൈം ഹൈ 1806 അതുതന്നെയാണ് അതിൻ്റെ 52 വീക്ക് ഹൈ. അപ്പോൾ അത് തന്നെയായിരിക്കണം നമ്മുടെ ടാർഗറ്റും. അടുത്ത സ്റ്റോക്ക് KPIT ടെക്നോളജീസ് ആണ്. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബിസിനസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് CAGR ഗ്രോത്ത് 50%, അതേപോലെ തന്നെ പ്രോഫിറ്റ് CAGR ഗ്രോത്ത് 50%, സ്റ്റോക്ക് പ്രൈസിൻ്റെ CAGR ഗ്രോത്ത് കഴിഞ്ഞ 5 വർഷം 71%. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിനെ ഇത്രയും കൃത്യമായി റെസ്പെക്റ്റ് ചെയ്ത് ബൗൺസ് ബാക്ക് ചെയ്യുന്ന വേറൊരു സ്റ്റോക്ക് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കഴിഞ്ഞ വർഷം 5-6 തവണ സ്വിംഗ് ട്രേഡ് അവസരങ്ങൾ ഈ സ്റ്റോക്ക് നൽകിയതായിട്ട് ഇതിൻ്റെ ഡെയിലി ചാർട്ട് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നെക്സ്റ്റ് ടൈം ഡെയിലി ക്യാൻഡിൽ അതിൻ്റെ ട്രെൻഡ് ലൈനിലേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. കൂടാതെ ഈ സ്റ്റോക്ക് ഇപ്പോൾ 19% ഒരു കറക്ഷനും കൂടി നടത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു 25% കൂടുതൽ കറക്ഷൻ വരുന്ന സ്റ്റോക്ക് നമുക്ക് നല്ലൊരു അവസരമായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഓൾ ടൈം ഹൈ ടാർഗറ്റ് നമ്മൾ വെക്കേണ്ടത് 1764. അതേ ടാർഗറ്റ് തന്നെയാണ് 52 വീക്ക് ഹൈ പെടുത്തിയിട്ടുള്ള ഉയർന്ന പ്രൈസ്. അതുകൊണ്ട് 1764 എന്ന ടാർഗറ്റ് വെച്ച് ഈ സ്റ്റോക്കിൽ മുന്നോട്ട് പോകാവുന്നതാണ്. അവസാനമായി നമ്മൾ സ്റ്റോക്ക് മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് CAGR 5 വർഷത്തേത് 21%, പ്രോഫിറ്റ് CAGR 5 വർഷത്തേത് 115%, സ്റ്റോക്ക് പ്രൈസിൻ്റെ CAGR കഴിഞ്ഞ 3 വർഷം 52% CAGR റിട്ടേണാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിലും നമുക്കിതിൻ്റെ ലോവർ പോയിന്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ കഴിഞ്ഞ വർഷം ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. കഴിഞ്ഞ വർഷം തന്നെ തുടക്കത്തിൽ അത്തരം 2-3 അവസരങ്ങൾ ഈ സ്റ്റോക്ക് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ സ്റ്റോക്ക് ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തിരിച്ച് വന്നില്ലെന്ന് മാത്രമല്ല വളരെയധികം ഉയരത്തിൽ പറന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇനിയും അവസരം കിട്ടാതിരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിലവിലുള്ള ട്രെൻഡ് ലൈനിന് മുകളിൽ പിന്നെയും ഒരു ലോവർ പോയിന്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് താഴത്തെ ലൈനിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ പാരലായിട്ട് ഒരു ലൈൻ കൂടി വരയ്ക്കുക. അത് പുതിയൊരു ട്രെൻഡ് ലൈൻ സൃഷ്ടിച്ചുകൊണ്ട് ഇനി അടുത്ത ഈ സ്റ്റോക്കിൻ്റെ ഡിപ്പ് ആ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് കയറാനുള്ള സാധ്യതയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അത്ര സേഫ് അല്ല, എങ്കിലും റിസ്കി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ഇത് പരിഗണിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 910 വരെ നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് പോകാം. 52 വീക്ക് ഹൈ തന്നെയാണ് 910. അപ്പോൾ ഈ ഒരു 6 സ്റ്റോക്കുകൾ എക്സാമ്പിളായി വെച്ച് നിങ്ങൾ പരിശോധിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി സ്റ്റോക്ക് നമ്മൾ സെല്ല് ചെയ്താൽ പിന്നെയും ഈ പ്രൈസ് പറക്കുമല്ലോ, അപ്പോൾ ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ചേക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ സ്വിംഗ് ട്രേഡ് ആണോ എന്ന് നമ്മൾ വിവേചിച്ച് വേറെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സ്റ്റോക്ക് മാർക്കറ്റ് പാഠം. അപ്പോൾ നിങ്ങളൊരു സ്വിംഗ് ട്രേഡിനാണ് ഒരു സ്റ്റോക്ക് പരിഗണിക്കുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ ടാർഗറ്റ് എത്തിയാൽ വിൽക്കുക എന്നല്ലാതെ അത് പിന്നെയും പറക്കുമോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നീടും ആ സ്റ്റോക്കിൽ അവസരം അത്തരം സ്റ്റോക്കുകളാണ് നമ്മളിവിടെ പരിഗണിച്ചിട്ടുള്ളത്. പിന്നീടും ആ സ്റ്റോക്കിൽ ഇതേപോലെ അതിൻ്റെ പഴയ ടാർഗറ്റിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ആണ് ഇവിടെ സംസാരിച്ചത്, ഇൻവെസ്റ്റിംഗ് അല്ല. അതുകൊണ്ട് അത് വേറെ തന്നെ മനസ്സിലാക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിച്ച് നിർത്തുന്നു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.